ക്യാബിനറ്റ് യോഗ തീരുമാനങ്ങൾ വിശദീകരിച്ചുകൊണ്ട് വാർത്താ വിശദാംശങ്ങളുമായി സമ്മേളനത്തിൽ സഭായോഗത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട അജണ്ട KSRTC സൗജന്യ യാത്രയാണ്. തിങ്കളാഴ്ച മുതൽ, അതായത് 15-ാം തീയതി മുതൽ ഓർഡിനറി ബസ്സുകളിൽ സ്ത്രീകൾക്കും ട്രാൻസ്ജെൻഡറുകൾക്കും സൗജന്യ യാത്ര. അതുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന നഷ്ടത്തെക്കുറിച്ചുള്ള കണക്കും അത് എങ്ങനെ നികത്താനുള്ള ശ്രമങ്ങൾ നടക്കുമെന്നതും മുഖ്യമന്ത്രി വിശദീകരിക്കുകയായിരുന്നില്ലേ? അതുതന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട തീരുമാനമായി അതുതന്നെയാണ് പറഞ്ഞതും. അതിൽ നിന്ന് മറ്റ് വാർത്തകൾ പോകാതിരിക്കാനുള്ള ശ്രദ്ധയും മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്നുണ്ടായി എന്നുള്ളതാണ്. മറ്റ് വിഷയങ്ങൾ ഇന്ന് മന്ത്രിസഭാ യോഗം ചർച്ച ചെയ്തത് അല്ലെങ്കിൽ തീരുമാനമെടുത്തത് കാര്യമായിട്ടൊന്നും പറഞ്ഞില്ല. ആകെ പറഞ്ഞത് ഈ പറയുന്ന ഇന്ദിരാ ഗ്യാരണ്ടിയിൽ ഏറ്റവും പ്രധാനമായി UDF സർക്കാർ മുന്നോട്ട് വെച്ച KSRTCയിലെ സൗജന്യ യാത്രയെക്കുറിച്ചാണ്. നേരത്തെ വാർത്തകൾ പുറത്തു വന്നതുപോലെ തന്നെയാണ് ആദ്യഘട്ടത്തിൽ ഓർഡിനറി ബസ്സുകളിൽ മാത്രമാണ് സ്ത്രീകൾക്ക് സൗജന്യ യാത്ര ഉണ്ടാവുക. അതിൽ പ്രായപരിധിയില്ല, വരുമാന പരിധിയില്ല. സംസ്ഥാനത്തെ ഏതൊരു സ്ത്രീകൾക്കും അതുപോലെ ട്രാൻസ്ജെൻഡറുകൾക്കും യാത്ര ചെയ്യാൻ കഴിയും. ഓർഡിനറി ബസ്സുകളിൽ യഥേഷ്ടം കഴിയും. മറ്റ് ബസ്സുകളെ എങ്ങനെ ഉൾപ്പെടുത്തണം എന്നൊക്കെയുള്ള ചർച്ച 100 ദിവസത്തിന് ശേഷം പഠിച്ച ശേഷം അതിൽ തീരുമാനമെടുക്കും എന്നുള്ളതാണ്. ആകെ ഏതാണ്ട് ഒരു വർഷം 800 കോടിയോളം രൂപയുടെ അധിക ബാധ്യത സർക്കാർ ഇതിൽ പ്രതീക്ഷിക്കുന്നുണ്ട്. ആ ബാധ്യത പൂർണ്ണമായും സർക്കാർ ഏറ്റെടുക്കും. അതോടൊപ്പം തന്നെ KSRTCക്ക് നിലവിലുള്ള വരുമാനം വർദ്ധിപ്പിക്കാനുള്ള കൂടുതൽ പദ്ധതികൾ, ആ പദ്ധതികളെക്കുറിച്ചുള്ള ഒരു രൂപരേഖ ഇതിനകം തയ്യാറാക്കിയിട്ടുണ്ട്. അങ്ങനെ KSRTC സ്വന്തം നിലയ്ക്ക് വർദ്ധിപ്പിക്കാനുള്ള നടപടികളിലേക്ക് കടക്കുന്നുണ്ട്. പക്ഷെ സമാന്തരമായി ഇപ്പോഴും സർക്കാർ ഏതാണ്ട് ഒരു വർഷം 1500 കോടിയോളം രൂപ സർക്കാർ KSRTCക്ക് കൊടുത്തുകൊണ്ടാണ് KSRTCയുടെ നിലനിൽപ്പ്. അതിൽ 800 കോടി രൂപ കൂടി കൂട്ടണം എന്നുള്ളതാണ്. അത് കണ്ടെത്താനുള്ള നടപടികളിലേക്കും സർക്കാർ കടക്കുന്നുണ്ട്. ഈ കാര്യങ്ങൾ വളരെ വിശദമായി മുഖ്യമന്ത്രി ഇന്ന് വാർത്താ സമ്മേളനത്തിൽ മന്ത്രിസഭാ യോഗത്തിൽ ഇന്നുണ്ടായിരിക്കുന്ന 2 തീരുമാനങ്ങളായി മുഖ്യമന്ത്രി വിശദീകരിച്ചിരിക്കുന്നത് ഈ പറഞ്ഞ KSRTC സൗജന്യ യാത്രയും, അടുത്തത് ഗവൺമെന്റ് ലീഡർമാരുടെ എണ്ണം സംബന്ധിച്ച 40 പേരെ കൂടി ലീഡർമാരായി നിയമിച്ചു എന്നുള്ള കാര്യവും അതിൽ സ്റ്റേറ്റ് അറ്റോർണിയെ നിയമിച്ച കാര്യമൊക്കെയല്ലേ വിശദീകരിച്ചത്. അപ്പോൾ ഈ 2 തീരുമാനങ്ങളെ ഇന്നത്തെ മന്ത്രിസഭാ യോഗത്തിൽ ഉണ്ടായിട്ടുള്ളൂ എന്നല്ലേ മനസ്സിലാക്കേണ്ടത്? അതല്ലാതെ മറ്റു തീരുമാനങ്ങളുണ്ടോ? സ്മൃതി, അക്കാര്യം ഉറപ്പില്ല. കാരണം മന്ത്രിസഭാ യോഗത്തിൽ എടുക്കുന്ന എല്ലാ തീരുമാനങ്ങളും മാധ്യമങ്ങൾക്ക് മുന്നിൽ പറയാറില്ല. അത് മുമ്പ് പിണറായി വിജയൻ സർക്കാരുള്ള കാലത്തും അവർ വാർത്താക്കുറിപ്പ് ഇറക്കുന്നതും അതല്ലെങ്കിൽ മന്ത്രിസഭാ യോഗത്തിന് ശേഷമുള്ള അപൂർവം ചില വാർത്താ സമ്മേളനങ്ങളിൽ പറഞ്ഞതുമെല്ലാം പലതും മറച്ചു വെച്ചുകൊണ്ടാണ്. അതായത് പൊതുജനങ്ങളെ അറിയിക്കേണ്ടാത്ത തീരുമാനങ്ങൾ നേരത്തെയും ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ അതിലൊരു സംശയം പ്രകടിപ്പിക്കുന്നത്. ഈ 2 തീരുമാനങ്ങൾ കൂടാതെ വേറെയും തീരുമാനങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളത് തന്നെയാണ് സ്മൃതി. കാരണം ഒരു സർക്കാരിൻ്റെ പ്രവർത്തനങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ പുറത്തു പറയുക എന്ന ഒരു സർക്കാരിൻ്റെ നയമായിരിക്കണം സർക്കാർ സ്വീകരിച്ചിട്ടുണ്ടാവുക. അത് സംബന്ധിച്ചുള്ള കൂടുതൽ വിശദാംശങ്ങളിലേക്ക് നമുക്ക് കടക്കേണ്ടതുമുണ്ട്. നമുക്കത് അതിനെക്കുറിച്ച് അന്വേഷിക്കുകയും ചെയ്യാം. പക്ഷേ ഇന്നത്തെ ഫോക്കസ് പോയിന്റ് എന്ന് പറയുന്നത് UDF സർക്കാരിൻ്റെ ഇന്ദിരാ ഗ്യാരണ്ടിയിലെ പ്രധാനപ്പെട്ട ഒന്ന് അത് സ്ത്രീകൾക്കുള്ള സൗജന്യ യാത്രയാണ്. ഇതിൽ ഒരു ഭാഗത്ത് UDF സർക്കാർ കാണുന്നത് KSRTCക്ക് നഷ്ടമുണ്ടാകും എന്നുള്ള വസ്തുത ശരിയാണ്. പക്ഷേ മറുഭാഗത്ത് പാവങ്ങളായ ഒരുപാട് സ്ത്രീകൾക്ക് അവരുടെ വരുമാനം വർദ്ധിപ്പിക്കാൻ കഴിയും എന്നുള്ളതാണ്. അവർക്കൊന്ന് നിവർന്നു നിൽക്കാൻ കഴിയും എന്നുള്ളതാണ്. ആ ആശയമാണ് പ്രധാനമായും അന്ന് ഇന്ദിരാ ഗ്യാരണ്ടി പ്രഖ്യാപിക്കുന്ന സമയത്ത് അതാണ് പറഞ്ഞിരുന്നത്. പ്രിയദർശിനി എന്ന പേരിലാണ് സൗജന്യ യാത്ര തുടങ്ങാനിരിക്കുന്നത്. ഇത് വലിയ രൂപത്തിൽ എല്ലാ KSRTCയുടെ എല്ലാ യാത്രകളിലും എന്നുള്ള പ്രതീക്ഷയാണ് നേരത്തെ ഉണ്ടായിരുന്നത്. മുഖ്യമന്ത്രി ആകുന്നതിന് മുമ്പ് അദ്ദേഹം ഗൃഹസന്ദർശന വേളകളിൽ നടത്തിയ ഒരു പ്രതികരണം കൂടി നോക്കാം. ആദ്യത്തെ ഗ്യാരണ്ടി എന്ന് വെച്ചാൽ നമ്മൾ വന്നു കഴിഞ്ഞാൽ സ്ത്രീകൾക്ക് KSRTC ബസ്സിൽ സൗജന്യ യാത്രയാണ്. സൗജന്യ യാത്ര ഫ്രീ. എവിടെ വേണമെങ്കിലും പോവാം. എവിടെ വേണമെങ്കിലും ടൂറ് പോവാം, തീർത്ഥാടനത്തിന് പോവാം, അമ്പലത്തിൽ പോവാം, എവിടെ വേണമെങ്കിലും പോവാം. റോഷിപാൽ ഗൃഹസന്ദർശന വേളയിൽ നൽകിയ ഉറപ്പത് ഇന്ദിരാ ഗ്യാരണ്ടിയിലാണ്. 5 ഗ്യാരണ്ടികൾ അതിൽ നടപ്പാക്കുന്ന പ്രധാനപ്പെട്ട ഒന്ന് എന്നുള്ളതാണ് സ്ത്രീകൾക്ക് സൗജന്യ യാത്ര. അപ്പോൾ അത് ഓർഡിനറി ബസ്സുകളിൽ മാത്രം എന്നുള്ള തീരുമാനമാണ് ഇപ്പോൾ എടുത്തിരിക്കുന്നത്. പക്ഷേ ഈ പറഞ്ഞ ടൂർ പോകാം, വലിയ യാത്രകൾ പോകാം എന്ന് സ്ത്രീകൾക്ക് ഉറപ്പ് നൽകുന്ന ഒരു ബൈറ്റാണ് ഇപ്പോൾ കണ്ടത്. പക്ഷേ അതിലേക്ക് കടക്കില്ല എന്ന രൂപത്തിൽ മുഖ്യമന്ത്രി പറഞ്ഞിട്ടില്ലല്ലോ. അപ്പോൾ ആദ്യഘട്ടം എന്ന് കൃത്യമായി വാർത്താ സമ്മേളനത്തിൽ പറയുന്നില്ലേ? ആദ്യഘട്ടമാണ് ഇന്ദിരാ ഗ്യാരണ്ടിയിലെ സൗജന്യ ബസ് യാത്ര വനിതകൾക്ക്. അതിൽ ആദ്യഘട്ടത്തിൽ ഓർഡിനറി ബസ്സുകളിൽ അതിന്റെ നിയന്ത്രണങ്ങളില്ല.
അതിന് എല്ലാ വനിതകൾക്കും അത് പ്രായഭേദമന്യേ ഓർഡിനറി ബസ്സുകളിൽ യാത്ര ചെയ്യാൻ കഴിയും. പക്ഷേ മലബാറിൽ, പ്രത്യേകിച്ച് വടക്കൻ കേരളത്തിൽ ഓർഡിനറി ബസ്സുകളുടെ കുറവ്, അതുകൊണ്ട് ഇതിന്റെ ഗുണഫലം അവർക്ക് കൃത്യമായി ലഭിക്കാൻ സാധ്യതയില്ല. ഏതാണ്ട് മലപ്പുറത്തൊക്കെ 28% മാത്രമാണ് ഓർഡിനറി ബസ്സുകൾ. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു ഗുണഫലം കൃത്യമായി ഉണ്ടാകില്ല. ഇടവേളകളിൽ ബസ്സുകൾ ഉണ്ടാകില്ല. അതുകൊണ്ട് അത് പൂർണ്ണമായി ആശ്രയിക്കാനും കഴിയില്ല. അതാണ് ചൂണ്ടിക്കാണിച്ചത്. അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ ഇനി അടുത്ത ഘട്ടത്തിൽ കൂടുതൽ ബസ്സുകളിൽ, അത് സൂപ്പർ ഫാസ്റ്റ് അടക്കമുള്ള ബസ്സുകളിലേക്ക് ഈ സൗജന്യ യാത്ര വ്യാപിപ്പിക്കാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ ഇപ്പോൾ തന്നെ ഏതാണ്ട് കണക്കിൽ ഒരു വർഷം 750-നും 800 കോടി രൂപയ്ക്കും ഇടയിൽ സംസ്ഥാനത്ത് KSRTCക്ക് അധിക സാമ്പത്തിക ബാധ്യത വരുന്നുണ്ട്. 1500 കോടി രൂപയാണ് പ്രതിവർഷം KSRTCക്ക് സംസ്ഥാന സർക്കാർ ഗ്രാന്റായി നൽകുന്നത്. അതിന് പുറമെ ഈ തുക കൂടി സംസ്ഥാന സർക്കാർ KSRTCക്ക് നൽകേണ്ടി വരും. അത് അധിക ബാധ്യതയാണ്. അതുകൊണ്ട് KSRTCയുടെ വരുമാനം വർദ്ധിപ്പിച്ച് ഇത്തരം സൗജന്യങ്ങൾ KSRTCക്ക് നഷ്ടം വരാത്ത രീതിയിൽ നടപ്പിലാക്കാനുള്ള ഒരു ശ്രമമാണ്. അതുകൊണ്ടാണ് KSRTCയോട് വരുമാനം വർദ്ധിപ്പിക്കാനുള്ള മാർഗങ്ങൾ കണ്ടെത്തണം, അത് എത്രയും പെട്ടെന്ന് അതുമായി ബന്ധപ്പെട്ട തീരുമാനങ്ങളിലേക്ക് കടക്കാനുള്ള നിർദ്ദേശം ഇന്ന് മന്ത്രിസഭ. അതാണ് 6 മാസത്തിനകം വരുമാനം കൂട്ടാൻ പരസ്യങ്ങളായിട്ടും മറ്റ് നടപടികളായിട്ടും കൂടുതൽ ഷെഡ്യൂളുകൾ തീർത്തുകൊണ്ടൊക്കെ ആ നഷ്ടം നികത്താനുള്ള ശ്രമങ്ങൾ ഉണ്ടാകണമെന്ന് ഗതാഗത വകുപ്പിനോട് അറിയിച്ചു. അത് ഗതാഗത മന്ത്രി അതിനുള്ള ശ്രമങ്ങൾ ഉണ്ടാകുമെന്ന് ഉറപ്പു നൽകി എന്നുള്ള കാര്യമാണ് മുഖ്യമന്ത്രി ഇന്ന് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത്.